നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടോൺസിലെക്ടമി സർജറിയെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ, കൺസൾട്ടൻറ്റ് ENT ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജൻ, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല ആൻഡ് KM ചെറിയാൻ ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ. കുട്ടികളിൽ വളരെ കോമൺലി പെർഫോം ചെയ്യുന്നൊരു സർജറിയാണ് ടോൺസിലെക്ടമി. അത് ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ക്രോണിക് ടോൺസിലൈറ്റിസ് ആണ്. നമ്മുടെ മുമ്പുള്ള ടോക്കിൽ ക്രോണിക് ടോൺസിലൈറ്റിസ് എന്താണ്, അതെപ്പോഴാണ് നമ്മൾ ക്രോണിക് ടോൺസിലൈറ്റിസ് എന്നൊരു ഡയഗ്നോസിസിലോട്ട് എത്തുന്നത്, ഇത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ടോൺസിലെക്ടമി സർജറിയെക്കുറിച്ച് 2 വാക്ക് പറയും. സർജിക്കലി നമ്മൾ ടോൺസിൽ ഗ്രന്ഥി റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ടോൺസിലെക്ടമി. ഇത് നമ്മൾ ജനറൽ അനസ്തീസിയയിലാണ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് പെർഫോം ചെയ്യുന്ന പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലാണ്. അഡൽട്സിലും ഉണ്ട്, പക്ഷേ അത് കമ്പാരിറ്റീവ്ലി ലെസ് കോമൺ ആണ്. പിന്നെ അഡൽട്സിൽ വേറെ ചില സർജറീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടോൺസിൽ ഗ്രന്ഥി റിമൂവ് ചെയ്യാറുണ്ട്. ടോൺസിലെക്ടമി സർജറി ജനറൽ അനസ്തീസിയയിലാണ് കുട്ടികളിൽ ചെയ്യുന്നത്. അതായത് പൂർണ്ണമായിട്ടും മയക്കിയിട്ടാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. ഇത് പല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാം. അതായത് പല ടെക്നീക്സ് ഉണ്ട്, അതുകൂടാതെ പല ടൂൾസ് ഉണ്ട് ഇത് പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ മോസ്റ്റ് കോമൺ സർജിക്കൽ ടെക്നീക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റൂട്ടീൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഡിസെക്ഷൻ മെത്തേഡ് എന്ന് പറയും. എന്നാൽ ഇപ്പോൾ മോർ അഡ്വാൻസ് ടെക്നോളജി, ഉദാഹരണത്തിന് കോബ്ലേഷൻ ഒരു സർജിക്കൽ ടൂളാണ്. അപ്പം ഇത് വെച്ച് കമ്പാരിറ്റീവ്ലി ഒരു ബ്ലഡ്ലെസ്, അതായത് ബ്ലീഡിങ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഈ ഗ്രന്ഥി നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ടെക്നീക്ക് വേണമെന്നുള്ളത് പേരൻസിന് സെലക്ട് ചെയ്യാം. നമ്മൾ എല്ലാ ഓപ്ഷൻസും പേരൻസിന് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഔട്ട്കം ഈസ് ബേസ്ഡ് ഓൺ നമ്മൾ എത്ര ക്ലീൻ ആയിട്ട് ആ ടോൺസിൽ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാ ടെക്നീക്കിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ടോൺസിൽ സർജറി ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറാണ്. യൂഷ്വലി അറൗണ്ട് 30 to 40 minutes പ്രൊസീജിയർ ടൈം. സർജറിയോടനുബന്ധിച്ചുള്ള ഒരു കോംപ്ലിക്കേഷൻ യൂഷ്വലി ബ്ലീഡിംഗ് ആണ്. അപ്പോൾ അത് സർജറി കഴിയുന്ന ടൈമിൽ തന്നെ നമ്മളത് കൺട്രോൾ ചെയ്യും. അതിനും ഈ പറഞ്ഞ പോലെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. നമ്മൾ അത് വെച്ച് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യും. എന്നിട്ടാണ് പേഷ്യൻറ്റിനെ അനസ്തീസിയയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നത്. പിന്നെ ടോൺസിലെക്ടമി പ്രൊസീജിയർ കഴിഞ്ഞാലുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അതായത് പേരൻസ് ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് യൂഷ്വലി ഒരാഴ്ചത്തേക്ക് നമ്മൾ സോഫ്റ്റ് ഡയറ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ആഹാരമൊന്നും കൊടുക്കാൻ പാടില്ല. എരിവുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഫ്രൈഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. അപ്പം യൂഷ്വലി ഒരു സോഫ്റ്റ് ബ്ലാൻഡ് ആയിട്ടുള്ള ഡയറ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പലപ്പോഴും പേരൻസിൻ്റെ ഒരു കൺസേൺ ആണ്, ഇത് തിരിച്ചു വരുമോ, ബ്ലീഡിങ് ഉണ്ടായാൽ എന്ത് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂഷ്വലി ടോൺസിൽസ് നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഗ്രോ ചെയ്യുന്നൊരു സ്ട്രക്ചർ അല്ല. 2, നമ്മൾ സർജറിയുടെ ടൈമിലുള്ള ബ്ലീഡിങ് നമ്മൾ കൺട്രോൾ ചെയ്യും. എന്നിട്ടാണ് പേഷ്യൻറ്റിനെ അനസ്തീസിയയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്നത്. എന്നാലും വിത്തിൻ 24 hours ചിലപ്പം പേഷ്യൻസിനൊരു ബ്ലീഡിങ് ഉണ്ടാകാം. അതുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഈ ഓപ്പറേറ്റ് ചെയ്ത സൈറ്റിൽ ഇൻഫെക്ഷൻ വന്ന് അതിൻ്റെ ഭാഗമായിട്ട് ബ്ലീഡിങ് ഉണ്ടാകാം. ഒരു ഡിലേഡ് ബ്ലീഡ് എന്ന് പറയും. അതായാലും നമ്മൾ മെഡിക്കലി തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രൊസീജിയർ അല്ല ടോൺസിലെക്ടമി. കമ്പാരിറ്റീവ്ലി ഒരു സേഫ് പ്രൊസീജിയറാണ്. താങ്ക് യു.